സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വികസനം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാപിച്ചല്ലോ. നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും പ്രദേശത്ത് ആ പ്രദേശത്ത് നടന്ന വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും നിയമസഭയിലേക്ക് പോകുമ്പോഴും ഇപ്പോ ചർച്ചകളും പിന്നെ ഭയങ്കരമായ തീരുമാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചും അധികാരത്തെ കുറിച്ചും മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പത്രമാധ്യമങ്ങൾ പോലും ആ പ്രദേശത്തെ വികസനങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, അവിടുത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് മാത്രമാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ ഷംസുദ്ദീൻ MLA അദ്ദേഹം പൊതുസമൂഹത്തിനിടയിൽ വലിയ ഉണ്ട് എന്നാണ് സ്വാഭാവികമായി നമുക്കറിയാം. ഈ മണ്ണാർക്കാട് അടുത്ത സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മണ്ണാർക്കാട് നമ്മൾ പരിശോധിക്കുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഈ 18 വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടായോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായി ഉണ്ടായിരുന്ന റോഡുകൾ കോൺക്രീറ്റ് ചെയ്യലോ ടാർ ചെയ്യലോ അതല്ലെങ്കിൽ ലൈറ്റുകൾ വെക്കലോ അല്ലല്ലോ. അത് മാത്രമല്ലല്ലോ ഈ ഒരു പ്രദേശത്തിന്റെ വികസനം. ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതുപോലെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ചികിത്സയ്ക്കുള്ള നല്ല സംവിധാനങ്ങൾ ഉണ്ടാവണം. അതുപോലെ ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാവണം. ഇവിടെ ഒന്ന് വിശ്രമിക്കാനോ കുറച്ചു നേരം മാനസികമായ ഉല്ലാസം ഉണ്ടാക്കിയെടുക്കുന്നതിനോ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിപാടിയും പദ്ധതിയും അതുപോലെയുള്ള വലിയ വലിയ പദ്ധതികളും പരിപാടികളും കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഈ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ MLA എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് എടുത്തു കാണിക്കപ്പെടാൻ പറ്റുന്ന ഒരു പദ്ധതിയും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അതിന് പറ്റാവുന്ന അതിന് കഴിവ് പ്രാപ്തിയുള്ള ആളുകൾ അടുത്ത നിയമസഭയിലേക്ക് ഇരു കക്ഷികളും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതിന് പറ്റുന്ന ആളുകളെ മത്സരിപ്പിച്ച് ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഊന്നൽ നൽകണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിലെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സമയത്ത് പറയാനുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കൈത്താങ്ങായി ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഗ്രാമധനശ്രീ ഗോൾഡ് ലോൺ. 7.5% മുതൽ തുടങ്ങുന്ന പലിശ നിരക്കിലുള്ള ഗോൾഡ് ലോണുകൾ 1000 രൂപയ്ക്ക് ദിവസം വെറും 58 പൈസ മാത്രം. 12.5% പലിശയോടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, 6% പലിശയോടെ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങി നിരവധി സമ്പാദ്യ പദ്ധതികൾ കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികളിൽ താങ്ങായി മഹിളകൾക്കായി ഗ്രാമധനശ്രീ ഗ്രൂപ്പ് ലോണുകളും നൽകുന്നു. മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ സംഖ്യയ്ക്ക് മാറ്റിവെക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. മാത്രമല്ല ഡോർ ടു ഡോർ ഗോൾഡ് ലോൺ, ഓൺലൈൻ ഗോൾഡ് ലോൺ, NEFT, RTGS, വെഹിക്കിൾ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസുകളും ലഭ്യമാണ്. വിശ്വസ്തവും സുതാര്യവുമായ ഇടപാടുകളുമായി എന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം. നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യം ഗ്രാമ ധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ. ഹെഡ് ഓഫീസ് കരിമ്പ, ബ്രാഞ്ച് കരിമ്പ, തച്ചമ്പാറ, പുലാപ്പറ്റ, കാഞ്ഞിരം. ഫോൺ നമ്പർ 9526167009.